സൈനസൈറ്റിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സൈനസുകൾ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ ഫ്രോണ്ടൽ സൈനസിൻ്റെ ഏരിയയാണിത്. അതായത് കുറച്ച് തേനീച്ച കൂട് പോലത്തെ അതിൻ്റെ അറകൾ പോലത്തെ കുറച്ച് അറകൾ നമ്മുടെ ഈ തലയോട്ടിയുടെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. അത് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ സംസാരത്തിൻ്റെ റെസൊണൻസ് കറക്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ള കുറച്ച് സ്പേസുകളാണ്. അതിവിടെ ഫ്രോണ്ടൽ ഈ ഇവിടെ ഏരിയയിലുണ്ട്. ഇത് മാക്സിലറി സൈനസ് എന്ന് പറയും ഈ ഭാഗത്തുള്ളത്. അപ്പോൾ അങ്ങനെ ഈ സൈനസുകൾ വെച്ചിരിക്കുന്നത് അതിൻ്റെ ഉള്ളിൽ അത് ഉണങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു എപ്പിത്തീലിയൽ ലൈനിങ് ഉണ്ട്. അതിലൂടെ ചെറിയ രീതിയിൽ ഒരു സെബം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഒരു ചെറിയൊരു നുലവ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ നുലവിൻ്റെ പ്രൊഡക്ഷൻ ചില കാരണങ്ങൾ കൊണ്ട് കൂടാം. അമിതമായിട്ട് ആ കഫം അവിടെ ഭയങ്കരമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുമ്പോൾ അത് ആ അറകൾക്കുള്ളിൽ തന്നെ മുഴുവനായി തിങ്ങി നിറഞ്ഞിട്ടാണ് സൈനസൈറ്റിസ് എന്ന രോഗം ഉണ്ടാകുന്നത്. അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ പ്രധാനമായിട്ട് പറയുമ്പോൾ നമ്മൾ പറയും കഫം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫുഡുകൾ കൂടുതൽ കഴിക്കുക, അല്ലെങ്കിൽ ചില രീതിയിലുള്ള നമ്മുടെ ജീവിതക്രമത്തിലുള്ള ചില മാറ്റങ്ങൾ. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ വൈകുന്നേരങ്ങളിൽ കുളിക്കുന്നത് സൈനസൈറ്റിസിന് ഒരു കാരണമാണ്. അതേപോലെ പകൽ കിടന്ന് ഉറങ്ങുന്നത് സൈനസൈറ്റിസ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാരണമാണ്. അതേപോലെ തന്നെ ഫുഡുകൾ ഞാൻ നേരത്തെ പറഞ്ഞു, പ്രധാനമായിട്ടും പ്രശ്നം വരുന്നത് മീൻ ഉപയോഗം കൂടുന്നത്. മീൻ ഇപ്പോൾ നമ്മൾ ചില ആളുകൾ പ്രത്യേകിച്ച് തീരദേശ മേഖലയോടൊക്കെ ചേർന്ന് കിടക്കുന്ന ആളുകൾ കൂടുതലും ഡെയിലി മീൻ കഴിക്കുന്ന ഒരു സ്വഭാവം പലപ്പോഴും കണ്ടുവരുന്നുണ്ട്. അതേപോലെ തന്നെ മുട്ട ധാരാളമായി കഴിക്കുക. കൂടുതലും സംഭവിക്കുന്നത് നമ്മൾ ജിമ്മിലൊക്കെ പോകുമ്പോൾ അവിടെ നിന്ന് ഒരുപാട് മുട്ട കഴിക്കാൻ പറയും, പ്രോട്ടീനിന് വേണ്ടിയിട്ടാണ്. പക്ഷേ പ്രോട്ടീനിന് ഈ മുട്ട പാല് മാത്രമല്ലാതെ മറ്റ് വെജിറ്റബിൾ ഒറിജിനായിട്ടുള്ള പ്രോട്ടീൻ ഓപ്ഷൻസ് ഒരുപാടുണ്ട്. ഇപ്പോൾ നമ്മൾ ചെറുപയർ നല്ലൊരു പ്രോട്ടീൻ സപ്ലിമെൻ്റാണ്. അതേപോലെ തന്നെ നമുക്ക് കടല, പരിപ്പ് മുതലായ ഇതൊക്കെ പ്രോട്ടീൻ കൊടുക്കുന്നതാണ്. പക്ഷേ നമ്മൾ പലപ്പോഴും ഓപ്റ്റ് ചെയ്യുക മുട്ട മാത്രം കഴിക്കുക അങ്ങനെയൊക്കെയുള്ള രീതിയിലേക്ക് പോകുമ്പോൾ പലപ്പോഴും തലവേദന വന്നിട്ട് പേഷ്യൻസ് വരാറുണ്ട്. അതേപോലെ തൈര് കഴിക്കുക. തൈര് ഭയങ്കരമായിട്ട് കഫം ഉണ്ടാക്കുന്നതും നീർക്കെട്ട് ഉണ്ടാക്കാനും സഹായിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ തൈര് ഡെയിലി ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഉഴുന്നിൻ്റെ സാധനങ്ങൾ കഴിക്കുക. ഇതെല്ലാം പൊതുവെ സൈനസൈറ്റിസിലേക്ക് നയിക്കുന്ന വിഷയങ്ങളാണ്. ഇതിൻ്റെ ഒരു ലക്ഷണം എന്ന് പറഞ്ഞാൽ നമുക്ക് തലയുടെ അവിടെ ഭയങ്കര ഭാരം തോന്നുക. ഈ തലയുടെ ഈ നെറ്റിയുടെ ഭാഗത്ത് അല്ലെങ്കിൽ കണ്ണിനോട് ചേർന്നൊക്കെ ഭയങ്കരമായ ഭാരം തോന്നുന്നത് കൂടുതലും സൈനസൈറ്റിസിൻ്റെ ഒരു ലക്ഷണമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കേസുകളിൽ നമ്മൾ ആയുർവേദ രീതിയിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുകയെന്ന് വെച്ചാൽ നമ്മൾ മൂക്കിൽ മരുന്ന് ഒഴിക്കാൻ കൊടുത്തിട്ട് ചില പ്രത്യേകതരം മരുന്നുകൾ ഒഴിച്ച് അതിൻ്റെ ഈ കഫം അവിടെ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇതിൻ്റെ നമുക്ക് ആ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും. അപ്പോൾ അതിന് അകത്തേക്കുള്ള മരുന്നും ഉണ്ടാവും. ഈ നസ്യം എന്നാണ് ആ പ്രൊസീജിയറിൻ്റെ പേര്. അതുപോലെ തന്നെ നമ്മൾ ചില കണ്ടീഷനുകളിൽ വമനം എന്ന് പറഞ്ഞിട്ട് ഛർദ്ദിപ്പിക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യാറുണ്ട്. ഈ കഫത്തെ നമ്മുടെ ബോഡിയിൽ നിന്ന് മൊത്തത്തിൽ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് കാലം ഇത്തരത്തിലുള്ള ഫുഡും അതേപോലെ തന്നെ വൈകുന്നേരം കുളിയും പകലുറക്കമൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പേഷ്യൻ്റ് പെട്ടെന്ന് ഒരു മൂക്കിൽ മാത്രം മരുന്ന് വെച്ചാൽ ചിലപ്പോൾ ശരിയാവില്ല. അത്തരത്തിലുള്ള കണ്ടീഷനിൽ വമനം പോലത്തെ പ്രൊസീജിയറുകൾ ചെയ്യും. അപ്പോൾ സൈനസൈറ്റിസ് അത്തരത്തിലാണ് അതിൻ്റെ ഒരു ഡയഗ്നോസിസും ചികിത്സയും വരിക. മറ്റൊന്ന് പ്രധാനമായിട്ട് വരുന്ന ഒരു രോഗമാണ് മൈഗ്രെയിൻ. മൈഗ്രെയിൻ ശരിക്കും പറഞ്ഞാൽ ക്ലാസിക്കൽ മൈഗ്രെയിൻ എന്ന് പറയുന്ന ഒരു പ്രധാന കാറ്റഗറി തന്നെ പറയുന്നുണ്ട്. അതിൽ നമുക്ക് കുറേ സിംറ്റംസ് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള കുറേ സിംറ്റംസ് കാണുക. അതായത് ഓറ എന്ന് പറയും. അതായത് നമ്മുടെ ഈ തലവേദന വരുന്നതിന് കുറച്ച് മുൻപേ നമുക്ക് കണ്ണിൽ മിന്നി മറയുന്ന പോലെ തോന്നുക, ഇല്ലാത്ത വസ്തുക്കൾ കാണുക, എന്തൊക്കെയോ സാധനങ്ങൾ നീങ്ങുന്ന പോലെ തോന്നുക, കണ്ണിൽ ഇരുട്ട് കയറുന്ന പോലെ തോന്നുക. അത്തരത്തിലുള്ള സിംറ്റംസ് കണ്ടതിന് ശേഷം ഉടനെ തന്നെ തലവേദന ട്രിഗർ ചെയ്യാം. അതേപോലെ ചില ഫുഡുകൾ കഴിക്കുമ്പോൾ പെട്ടെന്ന് തലവേദന ട്രിഗർ ചെയ്ത് വരിക. പെട്ടെന്ന് ചിലർ പറയും വെയിലത്ത് പോകുമ്പോൾ തലവേദന വരുന്നു, ചിലർ ചോക്ലേറ്റ് കഴിക്കുമ്പോൾ തലവേദന വരുന്നു. അങ്ങനെ പലർക്കും പല രീതിയിലാണ് തലവേദന വരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ അതിനെ മറ്റു കാരണങ്ങളും കൂടി എക്സ്ക്ലൂഡ് ചെയ്തിട്ട് ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞ സൈനസൈറ്റിസ് ഇല്ല എന്നൊക്കെ ഉറപ്പാക്കി മൈഗ്രെയിൻ ആണെന്ന് മനസ്സിലാക്കിയിട്ട്, മൈഗ്രെയിൻ ശരിക്കും പറഞ്ഞാൽ ഒരു ന്യൂറോളജിക്കലായിട്ടുള്ള ഹെഡേക്ക് ആയിട്ടാണ് നമുക്ക് എടുക്കാൻ പറ്റുക. അപ്പോൾ അതിനും കൃത്യമായ ചികിത്സ നമുക്ക് നൽകാൻ സാധിക്കും. ആയുർവേദത്തിൽ നമുക്ക് അതിന് കൂടുതൽ ഒരു പൈത്തികമായിട്ടുള്ളൊരു ഡിസീസ് എന്നാണ് നമ്മൾ ഡയഗ്നോസ് ചെയ്യുക. അപ്പോൾ ആ തലവേദനയ്ക്ക് നമുക്ക് കൃത്യമായി ചികിത്സ ചെയ്താൽ മാറ്റിയെടുക്കാൻ പറ്റും. അത് കുറച്ചുകൂടി നമുക്ക് സമയമെടുത്ത് ചികിത്സിക്കേണ്ട കേസാണ് മൈഗ്രെയിൻ. പക്ഷേ അത് നമുക്ക് പൂർണ്ണമായി തന്നെ മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു അസുഖമാണ്. മറ്റൊന്ന് നമ്മൾ പറഞ്ഞ ടെൻഷൻ ഹെഡേക്കാണ്. ടെൻഷൻ ഹെഡേക്ക് പലപ്പോഴും ടെൻഷൻ അസോസിയേറ്റ് ചെയ്തിട്ട് വരുന്നതാണ്. കൂടുതലും നമ്മൾ IT പ്രൊഫഷണൽസ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ വരുന്നതാണ്. അതേപോലെ സിറ്റിംഗ് പോസ്ചറുമായിട്ടൊക്കെ ഭയങ്കരമായ ബന്ധമുണ്ട്. നമ്മുടെ ഇവിടെയുള്ള മസിൽസ് ഒരുപാട് സമയം ഒരേപോലെ ഇരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവിടുത്തെ മസിൽസിൽ നിന്ന് ഉള്ള ഒരു ടെൻഷൻ കൊണ്ടും അതേപോലെ തന്നെ നമുക്ക് നോർമലി ഉണ്ടാകുന്ന ടെൻഷൻ, സ്ട്രെസ്സ് മുതലായ കാരണങ്ങൾ കൊണ്ട്, ഉറക്കമില്ലായ്മ മുതലായ വിഷയങ്ങൾ കൊണ്ടൊക്കെയാണ് ടെൻഷൻ ഹെഡേക്ക് കൂടുതലായിട്ടും കാണുന്നത്. അതിന് ഈ പറഞ്ഞ കാരണങ്ങളെ നമ്മൾ ചികിത്സിച്ച് ഈ പറഞ്ഞ ടെൻഷൻ, സ്ട്രെസ്സൊക്കെ ഒഴിവാക്കുകയും
ഈ സിറ്റിംഗ് പോസ്ചർ കറക്റ്റ് ചെയ്യുകയും അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് നമുക്കതിനെ പരിഹരിക്കാൻ പറ്റുക. മറ്റൊന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു വാസ്കുലാർ ഹെഡേക്ക്. വാസ്കുലാർ ഹെഡേക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ രക്തക്കുഴലുകളിൽ ഉണ്ടാകുന്ന ചില മാറ്റങ്ങളിലൂടെ ഉണ്ടാകുന്ന പ്രോബ്ലമാണ് വാസ്കുലാർ ഹെഡേക്ക്. അതിനും നമുക്ക് അത്തരത്തിലുള്ള അതിൻ്റെ കാരണം കൃത്യമായി കണ്ടെത്തണം, എന്നിട്ട് അതിൻ്റെ ചികിത്സ ചെയ്യുകയാണ് വേണ്ടത്. ഇനി പറയാൻ പോകുന്നത്, നമ്മളൊരു തലവേദന വന്നു, ആ തലവേദന എമർജൻസി ആയിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട കേസാണോ അല്ലെങ്കിൽ വളരെ എമർജൻസി ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണോ എന്നുള്ളത് നമ്മൾ നോട്ട് ചെയ്യണം. പലപ്പോഴും തലവേദന എന്ന് പറയുക തലവേദന ഇപ്പോൾ ആർക്കില്ലാത്തത് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പലപ്പോഴും ഒഴിവാക്കുന്ന ഒരു അസുഖമാണ്. പക്ഷേ സഡൻ ഓൺസെറ്റ് തലവേദന, സാധാരണ ഇപ്പോൾ തീരെ തലവേദന ഇല്ലാത്ത ഒരാൾ പെട്ടെന്ന് ഒരു വലിയൊരു തലവേദന വന്നു, അല്ലെങ്കിൽ സാധാരണഗതിയിൽ നമുക്ക് വരുന്ന രൂപത്തിലല്ലാത്ത തരത്തിൽ ഒരു തലവേദന വന്നു, അങ്ങനെയൊക്കെ വന്നാൽ തീർച്ചയായിട്ടും നമ്മൾ ഹോസ്പിറ്റലിൽ കാണിക്കണം, ഏതെങ്കിലും നല്ലൊരു ഡോക്ടറെ കാണിക്കണം. എന്നിട്ട് നമ്മളത് പ്രശ്നമല്ല എന്നുള്ളത് ഉറപ്പാക്കിയിട്ട് വേണം പോകാൻ. കാരണം പലപ്പോഴും ചിലപ്പോൾ മറ്റ് പല രോഗങ്ങളുടെയും നേരത്തെ പറഞ്ഞ പോലത്തെ ഇപ്പോൾ ഒരു പക്ഷേ സ്ട്രോക്ക് വരുന്നതിൻ്റെ പ്രീഡിസ്പോസിങ് ഫാക്ടറായിട്ടോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മറ്റേതെങ്കിലും ഒരു അസുഖത്തിൻ്റെ ഭാഗമായിട്ട്, അതേപോലെ തന്നെ ഇപ്പോൾ ഗ്ലൗക്കോമയ്ക്കൊക്കെ ഇതേപോലത്തെ ഭയങ്കരമായ നമ്മുടെ കണ്ണിൻ്റെ പുറകിൽ നിന്ന് വരുന്ന രീതിയിലുള്ള ഭയങ്കരമായ പെയിൻ വരാറുണ്ട്. ഇതൊക്കെ നമ്മൾ തലവേദന എന്നുള്ള ഗണത്തിൽ തന്നെയാണ് പലപ്പോഴും നമ്മൾ പെടുത്തുക, സാധാരണക്കാർ പെടുത്തുക. പക്ഷേ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കണം. തലയിൽ ബ്ലീഡിങ് ഉണ്ടാവുന്ന കണ്ടീഷനിൽ നേരത്തെ പറഞ്ഞു, അതിനൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ഇതിനൊക്കെ ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ കൃത്യമായ ചികിത്സ കൊടുത്താൽ അതിനൊക്കെ പരിഹരിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് വേണം നമുക്ക് പോകാനായിട്ട്. അപ്പോൾ ഞാൻ പ്രധാനപ്പെട്ട തലവേദനയുടെ ടൈപ്സ് കാര്യങ്ങളെല്ലാം പറഞ്ഞു, അതിൻ്റെ പ്രധാനപ്പെട്ട ചികിത്സാ കാര്യങ്ങൾ പറഞ്ഞു, ഉണ്ടാകാനുള്ള കാരണങ്ങളെക്കുറിച്ച് ഏകദേശമൊക്കെ ഒരു ഐഡിയ കൊടുത്തിട്ടുണ്ട്. എന്തായാലും തലവേദന എന്നൊരു അസുഖം സ്ഥിരമായി നീണ്ടു നിൽക്കുന്നുണ്ടെങ്കിൽ കൃത്യമായ ഒരു ഡോക്ടറുടെ നിർദ്ദേശത്തിൽ മാത്രമേ കൃത്യമരുന്നുകൾ കഴിച്ച് മാറ്റിയെടുക്കേണ്ടതാണ്. തലവേദന നമ്മളൊരു നെഗ്ലിജൻസ്, നമ്മൾ തീരെ അവോയ്ഡ് ചെയ്യപ്പെടേണ്ട ഒരു അസുഖമല്ല, ശ്രദ്ധിക്കേണ്ട ഒരു അസുഖമാണ്. പക്ഷേ എന്ന് വെച്ചിട്ട് അമിതമായി പേടിക്കേണ്ട ഒരു അസുഖവുമല്ല, നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ്. പലപ്പോഴും പറ്റുക തലവേദന രോഗികളൊക്കെ ഇത് മാറുന്ന ഒരു അസുഖമല്ല എന്ന് മനസ്സിലാക്കിയിട്ട് എന്നും പെയിൻ കില്ലേഴ്സ് കഴിച്ച് പോകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത്. പക്ഷേ പെയിൻ കില്ലേഴ്സ് സ്ഥിരമായി കഴിക്കുന്നത് എന്തുകൊണ്ടും നല്ലതല്ലെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ തലവേദന കൃത്യമായി ചികിത്സിച്ച് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഇന്ന് തലവേദനയെക്കുറിച്ച് പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മറ്റു ഒരു വിഷയത്തിൽ പിന്നീട് ഒരിക്കൽ കാണാം. നന്ദി, നമസ്കാരം.